റബേക്ക, ഹൃദയ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഹൃദയാഘാതം വരുമോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഹൃദയാഘാതം വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡോക്ടർ ദേവി ഷെട്ടിയോട് ചോദിച്ച് നമുക്കത് മനസ്സിലാക്കാം. നാരായണ ഹൃദയാലയത്തിന്റെ ഫൗണ്ടറും കാർഡിയോളജിസ്റ്റുമാണ് ഇദ്ദേഹം. ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതിന് മുമ്പ് രോഗികളിൽ ചില രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. അതായത് നമ്മൾ വേഗത്തിൽ നടക്കുമ്പോഴോ അല്ല പടിക്കെട്ടുകൾ കയറുമ്പോഴോ നെഞ്ചിനകത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. തൊണ്ടയിലെന്തോ അടഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. എന്തെങ്കിലും ഒരു അധ്വാനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ അതിന് പേരാണ് എൻജൈന. ഇതിന് പരിശോധന ആവശ്യമാണ്. ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ സാധാരണ വലിയ തോതിൽ നെഞ്ചുവേദന കാണും, നെഞ്ചിൽ അസ്വസ്ഥതയുണ്ടാകും, ശ്വസിക്കാൻ പ്രയാസമുണ്ടാകും, വിയർപ്പും തലചുറ്റലും ഛർദിലും ഉണ്ടാകും. നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഈ അസ്വസ്ഥത നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്ന് തീരുമാനിക്കാം. അത് പരിശോധിച്ച് ഇല്ലെന്നറിയുന്നവരെ ഒരു ആശുപത്രിയിൽ പോയി ഒരു ECG എടുത്ത് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക. ഹൃദയാഘാതം വന്ന ഒരു വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉടൻ ചെയ്യേണ്ട പ്രതിവിധി എന്താണ്? ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള കൊറോണറി യൂണിറ്റ് കെയറിൽ എത്തുക എന്നതാണ്. നിങ്ങൾ അഡ്മിറ്റ് ആകുന്ന ഹോസ്പിറ്റലിൽ ഒരു കാത്ത് ലാബ് ഉണ്ടോ എന്ന് തീർച്ചപ്പെടുത്തണം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ടെസ്റ്റുകൾ എടുക്കാൻ കഴിയാത്ത ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ സമയം ഒട്ടും കളയാതെ നിങ്ങൾ ഒരു ആശുപത്രിയിൽ എത്തുക. നിങ്ങളുടെ കയ്യിൽ ഒരു ആസ്പിരിൻ ഉണ്ടെങ്കിൽ അത് നാവിന്റെ താഴെ വെക്കുക. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു സോർബിട്രൈറ്റ് ഉണ്ടെങ്കിൽ അത് നാവിന്റെ അടിയിൽ വെക്കുക. ഹൃദയസ്തംഭനം മൂലം അധികം മരണങ്ങൾ സംഭവിക്കുന്നത് ഇതുണ്ടായ 1-2 മണിക്കൂറിനുള്ളിലാണ്. പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഹൃദയസ്തംഭനമാണെന്ന് സംശയമുണ്ടെങ്കിൽ വേറെ ഒന്നിനും വേണ്ടി കാത്തിരിക്കാതെ ആശുപത്രിയിലേക്ക് പോവുക. വളരെ നന്ദി ഡോക്ടർ ദേവി ഷെട്ടി. ദില്ലിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. എത്രയും പെട്ടെന്ന് രോഗിയെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ